ഹേ ബി ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ നമ്മുടെ തമ്പ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മൾ ഈ കിഡിലിന് അടാറായിട്ട് നല്ല ക്ലാരിറ്റിയിൽ പണിതിറക്കിയേക്കുന്ന നമ്മുടെ ഈ സെഡാസ്ട്ര നമ്മുടെ കൊമ്പൻ ദാവൂദിൻ്റെ മോഡ് നമ്മുടെ ബസ്സിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് അവിടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നലെ നമ്മുടെ കൊമ്പൻ അഗോരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാണാത്തുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് എനിക്ക് ഈ മോഡ് കിട്ടിയത്, ഇത്രയും ക്ലാരിറ്റി ഉള്ളത്. ഞാനപ്പം എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലിവറിയും നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് മോഡ് ലിങ്ക് ലിവറി ലിങ്കും സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലത്തെ ആപ്പ് ലിങ്ക് ഇതാണ്, ആപ്പ് മോഡ് കൊമ്പൻ ബസ് ലിവറി മോഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൻ്റെ അകത്ത് അത്യാവശ്യം കൊമ്പൻ മാത്രമല്ല, കൊമ്പൻ്റെ ഏകദേശം എല്ലാ മോഡലും ഉണ്ട്. നമ്മുടെ കാളിനി, യോദ്ധാവും, ബോംബെ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ വേറെ മറ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മളിപ്പം ആ ബസ്സിന് മോഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മോഡ് തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ അതിന് ലിവറി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മോഡും കിട്ടും, ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് പേജിൽ ആ രണ്ടാമതുള്ള കിടക്കുന്ന ഈ മോഡാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. അപ്പോൾ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫയൽ കാണിക്കുക, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡും കാര്യങ്ങളും വരും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ ഫയൽ വരും. അപ്പോൾ ആ ഡൗൺ ആയാലൊരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മീഡിയ ഫയൽ ഇങ്ങനത്തെ പേജിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന പോലെ നേരെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ലിവറി കയറ്റണം. ലിവറി നമ്മുടെ ഈ മോഡിൻ്റെ താഴെ തന്നെ ഉള്ളതാണ്, നമ്മുടെ PNG ഫയലാണ് ലിവറി ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു ഡൗൺലോഡിൻ്റെ ആരോ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ ഫയലിന് ഇങ്ങനത്തെ പേജിലോട്ട് തന്നെ എത്തും. അപ്പോൾ അതിലും മറ്റേ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡിൻ ലിവറിയൊക്കെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് ഫയൽ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ZHൽ പോയിട്ട് ഓൾ ഫയൽസ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് ഡൗൺലോഡ്സ്, എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്യുക. ആസ്ട്ര V1 അല്ലെങ്കിൽ സെഡാസ്ട്ര V1 സെർച്ച് ചെയ്താലും മതി. മോഡ് സെർച്ച് ചെയ്യുന്ന നേരെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിൽറ്ററിൽ ടുഡേ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മോഡും കാര്യങ്ങളൊക്കെ വന്നു. സിപ്പ് ഫയൽ അല്ലാണ്ട് നമ്മൾ ആദ്യം കംപ്രസ് ചെയ്യണം. അതിന് ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ താഴത്തെ 3 ഡോട്ടിൽ പോയിട്ട് സെലക്ട് ഫോൾഡർ, അതിന് ഡൗൺലോഡ്സ് പോയിട്ട് ഞാനിപ്പോൾ കേരള മോഡ്സിലാണ് ഇത് കംപ്രസ് ചെയ്യുന്നത്. കേരള മോഡ്സ് ഇത് കംപ്രസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക, കംപ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫയൽ സിപ്പ് ഫയലാവും. നോർമൽ ഫയൽ നമ്മൾ സിപ്പ് ഫയലായിട്ട് കിട്ടും. അപ്പോൾ സിപ്പ് ഫയൽ ലോങ് പ്രസ് ചെയ്തിട്ട് താഴത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് വഴി ചെയ്യണം. അത് ഓൾ ഫയൽസിൽ പോവുക, ഡൗൺലോഡ്സ്. കേരള മോഡ്സ് തന്നെയാണ് ഞാൻ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കേരള മോഡ്സ് എടുക്കുക, അതിൽ നേരെ പോയിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലിവറി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മോഡ് മാത്രം എക്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇന്ന് നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഗെയിം എടുക്കുക, എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ മോഡ് എടുത്തിട്ട് ഇമ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ ഡിവൈസ് ഗാലറി, എന്നിട്ട് നമ്മളിപ്പോൾ എവിടെയാണോ എക്സ്ട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ഫോൾഡർ എടുക്കുക. നമ്മളിപ്പോൾ കേരള മോഡ്സിലാണ്. നമ്മൾ ആദ്യം തന്നെ ആ ഫസ്റ്റ് റോയിൽ രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ BS6 ആസ്ട്ര V1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മെയിൻ ഫയൽ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരും. അപ്പോൾ ഗെയിമിലോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ മണിയുടെ കാര്യം ചോദിക്കുക, നിങ്ങളുടെ ഇഷ്ടം. നമുക്കിത് ആദ്യം ലെജൻഡിൻ്റെ മോഡാണ് കിട്ടുക സെഡാസ്ട്രയുടെ. അപ്പോൾ ഇനി ലിവറി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൊമ്പനായി കിട്ടുക നമ്മുടെ ഈ മോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിവറിയിൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുക, ഹൈ റെസൊല്യൂഷൻ കൊടുക്കുക, എന്നിട്ട് ബ്രൗസർ ലിവറി എടുക്കുക. ഡൗൺലോഡ്സിൽ പോയിട്ട് നേരെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിവറി ആദ്യം കിടക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളായിട്ട് ആഡ് ആവുമെന്ന് കാണാൻ പറ്റും. പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ലിവറി സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക, അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സുലേ